കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 102-21 വാക്യം. ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ വിടുവിപ്പാനും സ്തോത്രം ചെയ്യുന്നു. നല്ല വചനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ബദ്ധന്മാരുടെ ഞരക്കം കേൾപ്പാനും ബന്ധിക്കപ്പെട്ടവരുടെ ഞരക്കം കേൾപ്പാനും നിലവിളി കേൾപ്പാനും ദുഃഖം കാണുവാനും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇരിക്കുന്നൊരു ദൈവം സ്തോത്രം ചെയ്യുന്നു. പിശാചിന്റെ ബന്ധനത്തിൽ ആയിരിക്കുന്ന നിന്റെ ഞരക്കം കേൾക്കുവാൻ സ്തോത്രം ചെയ്ത് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ വിടുതൽ തരുവാനും നിന്നെ മാനിപ്പാനും കഴിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ബന്ധിക്കപ്പെട്ടവരുടെ ഞരക്കം കേൾപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അവരുടെ ഞരക്കം കേൾക്കുവാൻ, അവരുടെ കണ്ണുനീർ കാണുവാൻ, അവരുടെ നിലവിളി കേൾപ്പാൻ തക്കവണ്ണം ഇരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. രണ്ടാമത് മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും, മരണത്തിന് നിയമിക്കപ്പെട്ടവരാരെ മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടുവിപ്പാനും. നിയമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വ്യക്തിയെ കൊല്ലുക, ഇന്ന കുടുംബത്തെ കൊല്ലുക, ഇതേ ഉന്നം വെച്ച് വാദിച്ചുകൊണ്ടിരിക്കുന്ന ശത്രു സ്തോത്രം ഇന്ന കുടുംബത്തെ കൊന്നേ അടങ്ങൂ, ഇന്ന വ്യക്തിയെ കൊന്നേ അടങ്ങൂ എന്ന് പറഞ്ഞ് നിയമിക്കപ്പെട്ട ശത്രുക്കൾ, ദുഷ്ടപിശാച്, അതിനാകുന്നു അതിനെ കുറിച്ചാകുന്നു പറയുന്ന മരണത്തിന് നിയമിക്കപ്പെട്ടവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന വ്യക്തി മരിക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന വ്യക്തിയെ കൊല്ലുവാൻ വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ശത്രു അതിനെ ആൾക്കാർ നിയമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശത്രുവെ പിശാച് പിശാച് ഒരുങ്ങിയിരിക്കുന്നു എന്നാകുന്നു എന്ന അർത്ഥം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. മരണത്തിന് നിയമിക്കപ്പെട്ടവരെ വിടിയിപ്പാൻ തക്കവണ്ണം വലിയ ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. മരണത്തിന് വിടിയിപ്പാൻ ഒരേ ഒരു ദൈവത്തെ കൊണ്ട് കഴിയത്തുള്ളൂ. മരണത്തിന് നീക്കുപോ കൽപ്പിക്കുവാൻ ഒരേ ഒരു ദൈവത്തെ കൊണ്ട് കഴിയത്തുള്ളൂ. അവനാകുന്നു നസറനായിരിക്കുന്ന യേശു. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുന്ന ശക്തിയിൽ നിന്ന് വിടുവിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനാകുന്നു നസറനായിരിക്കുന്ന യേശു. നിന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമാകുന്നു നമ്മുടെ ദൈവം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. എളിവനായിരിക്കുന്ന അടിയന് സ്തോത്രം ചെയ്യുന്നു. 4 പ്രാവശ്യം ആക്സിഡന്റ് ഉണ്ടായി. സ്തോത്രം ചെയ്യുന്നു. തലയിൽ സ്തോത്രം ചെയ്യുന്നു 8-10 തയ്യലുണ്ടായിരുന്നു, അല്ലെ ചെവി അറ്റുപോയി, അല്ലെങ്കിൽ അതിനും തയ്യലുണ്ടായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെ 4 പ്രാവശ്യം ആക്സിഡന്റ് ആയി. മനോഹരമായ ആക്സിഡന്റിൽ നിന്നും ദൈവം അത്ഭുതകരമായിട്ട് ദൈവം പിടിപ്പിച്ച ദൈവം എന്ന് പറഞ്ഞ ശത്രു നിന്നെ കൊല്ലുവാൻ തക്കവണ്ണം പ്ലാനും പദ്ധതിയും ഒരുക്കുമ്പോൾ അതിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. 4 പ്രാവശ്യം ആക്സിഡന്റ് ആയപ്പോൾ മരണത്തിന് അടിമയായി പോകാതിരിപ്പാൻ മരണത്തിൽ നിന്നും വിടുവിച്ചൊരു ദൈവമുണ്ട്. അവനാകുന്നു നസറനായ യേശു ക്രിസ്തു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയ പല പല സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. 2 സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 2 സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ 2 പ്രാവശ്യം ന്യൂമോണിയ വന്നു. ന്യൂമോണിയയിലായിരുന്നു, അല്ലെങ്കിൽ ന്യൂമോണിയ എനിക്ക് പിടിച്ചു. 2 പ്രാവശ്യം മരണം കാണുവാൻ എനിക്ക് കഴിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. പക്ഷേ മരണത്തെ ജയിപ്പാൻ തക്കവണ്ണം ദൈവം ശക്തിയും ബലവും തന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. മരണത്തിൽ നല്ല നീക്കുപോ കൽപ്പിക്കുന്ന ദൈവം. ഉയരത്തിലുള്ള ഒരു രോഗത്തെയും ഒരു രോഗവും തകർക്കുവാൻ കഴിയാത്ത രീതിയിൽ തകർക്കുവാൻ തക്കവണ്ണം പിശാച് പ്ലാനും പദ്ധതിയും ഒരുക്കിയപ്പോൾ അതിൽ നിന്നെല്ലാം വിടുവിച്ചൊരു ദൈവം ഉയരത്തിലുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. മരണത്തിന് വിധിക്കപ്പെട്ടവരെ വിടുവിക്കുന്ന ഒരു ദൈവമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെ വ്യക്തികളെ വിടുവിക്കും, കുടുംബങ്ങളെ വിടുവിക്കും. ശത്രു മുന്നോട്ടുകൊണ്ട് നടക്കും. ഇന്ന വ്യക്തിയെ തകർക്കുവാൻ, ഇന്ന വ്യക്തിയെ കൊല്ലുവാൻ, ഇന്ന വ്യക്തിയെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു പ്ലാനും പദ്ധതിയും ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എവരെ എങ്ങനെ വിടുവിക്കണമെന്ന് ദൈവം നമ്മളെ ഓർത്ത് പ്ലാനും പദ്ധതിയും ഒരുക്കിക്കൊണ്ടിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. ന്യൂമോണിയയിൽ നിന്നെല്ലാം ദൈവം അത്ഭുതകരമായിട്ട് ദൈവനെ വിടുവിച്ചു.
പല പല ആശുപത്രിയിൽ കയറി ഇറങ്ങുവാൻ കഴിഞ്ഞു. അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. മരണത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം സ്തോത്രം ചെയ്യുന്നു. 32:39 വാക്യം. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഞാൻ ഇപ്പോൾ കണ്ടുകൊള്ളുവീൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. ദൈവം കൊല്ലാൻ ദൈവത്തെ കൊണ്ട് കഴിയും, ജീവിപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് കഴിയും. അടുത്ത് ഞാൻ തകർക്കുന്നു, ദൈവത്തെ കൊണ്ട് തകർപ്പാൻ നമ്മെ കഴിയും. സ്തോത്രം ചെയ്യുന്നു. മുറിവ് മുറിവ് ഉണ്ടാക്കുവാനും ദൈവത്തെ കൊണ്ട് കഴിയും, മുറിവ് കെട്ടുവാനും ദൈവത്തെ കൊണ്ട് കഴിയും. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു. സ്തോത്രം ചെയ്യും. ദൈവം കൊല്ലുന്നു, ദൈവം ജീവിപ്പിക്കുന്നു. അടുത്ത് സ്തോത്രം, ഞാൻ തകർക്കുന്നു. ദൈവം നമ്മെ തകർക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. സ്തോത്രം ചെയ്യുന്നു. അല്ലല്ലോ, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആരെ കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന് എല്ലാം ചെയ്യുവാൻ കഴിയും, കൊല്ലുവാൻ കഴിയും, വിടുവിപ്പാൻ കഴിയും, രക്ഷിപ്പാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. അല്ലല്ലോ, മാനിപ്പാൻ കഴിയും, ഉയർത്തുവാൻ കഴിയും. സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ജീവൻ എടുപ്പാൻ ദൈവത്തെ കൊണ്ട് കഴിയും, ജീവൻ കൊടുപ്പാൻ ദൈവത്തെ കൊണ്ട് കഴിയും, ആയുസ് എടുപ്പാൻ ദൈവത്തിനെ കൊണ്ട് കഴിയും, ആയുസിനെ നീട്ടുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്തു. എനിക്ക് 3 പ്രാവശ്യം സ്ട്രോക്ക് വരുവാൻ കാരണമായി തീർന്നു. 3 പ്രാവശ്യം സ്ട്രോക്കായി. ദൈവം അതിന്ന് അല്ലെങ്കിൽ 2 പ്രാവശ്യം 1 വർഷത്തിൽ 3 പ്രാവശ്യം സ്ട്രോക്ക് വന്നു. സ്തോത്രം ചെയ്തു. 2 പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. സ്തോത്രം ചെയ്തു. എന്നാൽ 3-ാമത്തെ പ്രാവശ്യം ഞാൻ വീണുപോയി. സ്തോത്രം ചെയ്തു. അല്ലെങ്കിൽ 4 ഹോസ്പിറ്റൽ കയറി ഇറങ്ങി 4 ഹോസ്പിറ്റൽ തിരികെ വിട്ടു. സ്തോത്രം ചെയ്തു. 5-ാമത്തെ ഹോസ്പിറ്റലായിരിക്കുന്ന ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. കൊണ്ടുവരുമ്പോൾ സ്തോത്രം ചെയ്തു. എന്റെ കാലും കൈ എനിക്ക് അനക്കാൻ കഴിയത്തില്ല. എനിക്ക് സംസാരിപ്പാൻ കഴിയത്തില്ല, എനിക്ക് നടപ്പാൻ കഴിയത്തില്ല. ഒന്നും ചെയ്യുവാൻ കഴിയാത്ത രീതിയിലായിരുന്നു, കുഴഞ്ഞുപോയി. ദൈവം സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ച വിധങ്ങൾ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. 3 പ്രാവശ്യം സ്ട്രോക്ക് വന്ന് 3-ാമത്തെ പ്രാവശ്യമാകുന്നു. എനിക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത കാര്യമായി പോയി, എനിക്കൊന്നും പറ്റുവാൻ കഴിയാത്ത നിലകളിൽ ഞാൻ ആയിപ്പോയി. സ്തോത്രം ചെയ്തു. ഡോക്ടർ പറഞ്ഞു, വിധി എഴുതി. ഇനി നടക്കത്തില്ല. നീ കിടപ്പിലായിരിക്കും. സ്തോത്രം ചെയ്തു. ഒന്നിരുന്ന് മരിച്ചു പോകും, അല്ലെങ്കിൽ രോഗിയായിട്ട് തീരുമെന്ന് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്തു. കർത്താവ് അത്ഭുതകരമായിട്ട് എന്നെ വിടുവിക്കുവാൻ കാരണമായി തീർന്നു. നടക്കത്തില്ല, കാലും കൈയും സ്തോത്രം ചെയ്ത് സ്തംഭിച്ചു പോകും. നീ കിടപ്പിലാകും. നിന്റെ കൈകൾ ചലിക്കത്തില്ല, നിന്റെ കാലുകൾക്ക് ചലനം ഉണ്ടാകത്തില്ല. എന്നേക്കുമായി മരിക്കുന്നത് വരെ നീ കിടരോഗിയായിട്ട് തീരുമെന്ന് സയൻസ് വിധി എഴുതി, ഡോക്ടർ വിധി എഴുതി. സ്തോത്രം ചെയ്തെന്നാൽ ദൈവത്തിന്റെ അത്ഭുതത്താൽ, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ കരുണയാൽ ദൈവം സൗഖ്യം തന്നു. നടക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ വിധി എഴുതിയ അതേ കാലുകൊണ്ട് എനിക്ക് നടന്നു പോകുവാനും നടന്നു വരുവാനും തക്കവണ്ണം കാലുകൾക്ക് ബലം തന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്തു. ചലിക്കാത്ത കൈകൊണ്ട് സ്തോത്രം ചെയ്തു. കൈകൊണ്ടും ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല, സ്തംഭിച്ചു കിടക്കുമെന്ന് പറഞ്ഞ് സയൻസ് പറഞ്ഞ ഹല്ലേലൂയ. അതേ സ്ഥാനത്ത് എന്റെ കർത്താവ് പരിപൂർണമായിട്ട് എന്റെ കൈകൾക്ക് ശക്തി തന്നു, ബലം തന്നു. അവന് ഹല്ലേലൂയ. പല കാര്യങ്ങൾ കൈകൾ കൊണ്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം കഴിഞ്ഞു. സഹായിച്ചു. സ്തോത്രം ചെയ്തു. സംസാരിപ്പാൻ കഴിയത്തില്ലായിരുന്നു. ഞാൻ എണീറ്റ് നടക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം ചെയ്തു. ഇച്ചിരി സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ മദ്യവെച്ച് നടക്കുന്നവരെ പോലെ ആടിയാടി നടക്കുമായിരുന്നു. സ്തോത്രം ചെയ്തു. എന്നാൽ പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യം തന്ന് ഇപ്പൊ നല്ല രീതിയിൽ സംസാരിപ്പാൻ തക്കവണ്ണം കൃപ തന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്തു. നടക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവം അത്ഭുതം ചെയ്ത ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്തു. അസാധ്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന ദൈവം. നടക്കുവാൻ കഴിയത്തില്ല, കൈകൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല, നാവുകൊണ്ട് സംസാരിപ്പാൻ കഴിയത്തില്ല, ഒന്നും കഴിക്കുവാൻ കഴിയത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥലത്ത് ദൈവം അത്ഭുതകരമായിട്ട് ദൈവം സൗഖ്യമാക്കിയ ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട്
സ്തോത്രം ചെയ്യുന്നു. നടക്കുവാൻ ശക്തി തന്ന ദൈവത്തിനായി സ്തോത്രം. ആമേൻ. ബലം തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഹല്ലേലൂയ സംസാരിപ്പാൻ കൃപ തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന്റെ പ്ലാനും പദ്ധതികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ശത്രു തകർക്കുവാൻ നമ്മെ നോക്കുമ്പോൾ അവൻ നമ്മെ പണിതെടുക്കുവാൻ നോക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ശത്രു നമ്മുടെ ജീവൻ എടുപ്പാൻ നോക്കുമ്പോൾ നമുക്ക് ജീവൻ എങ്ങനെ തരണമെന്ന് ദൈവം നോക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മരണത്തിന്റെ താഴ്വരെ കൂടി ഹല്ലേലൂയ ദൈവം താഴ്വരെ കൂടി കടന്നു പോയപ്പോൾ ദൈവം അതിനെല്ലാം വിടുവിച്ച ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആമേ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അത്ഭുതകരമായിട്ട് ദൈവത്തിന് വേല ചെയ്യുവാനും ആമേ ദൈവം പറയുന്നിടത്ത് നടന്നു പോകാനും വരുവാനും പോകാനും ദൈവത്തിന്റെ നാമത്തിനോട് പലതും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ജീവനും സൗഖ്യവും ആരോഗ്യം തന്നു നിലനിർത്തിയിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഒരു വാക്യം വായിക്കാൻ അല്ലെങ്കിൽ 1 ശമൂവേൽ 2 സ്തോത്രം ചെയ്യുന്ന 6-ാമത്തെ വാക്യം. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന യഹോവ കൊല്ലുകയും ആമേ ജീവിപ്പിക്കുകയും ചെയ്യുന്ന ശത്രുവിനെ ആമേ കൊല്ലും. സ്തോത്രം ചെയ്യുന്നു. ആമേ. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം പലതും ചെയ്യും. സ്തോത്രം ചെയ്യുന്നു. ആമേ. യഹോവ കൊല്ലുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ആമേ. യഹോവയ്ക്ക് കൊല്ലുവാൻ കഴിയും, ജീവൻ കൊടുത്ത് രക്ഷിപ്പാനും കഴിയും. അടുത്ത സ്തോത്രം ചെയ്യുന്നു. ആമേ. ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പാതാളത്തിൽ ഇറക്കുകയും ഉദ്ധരിക്കുകയും ചെയ്യുന്നു. പാതാളത്തിൽ ഇറക്കുവാൻ ദൈവത്തിന് അറിയാം. പാതാളത്തിൽ നിന്നും ആമേ ഉയരത്തിൽ അല്ലെങ്കിൽ പുറത്ത് ജീവനോട് കൊണ്ടുവരുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ ദൈവം. ആമേ. സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. നമ്മെ ആരെല്ലാം കൈവിട്ടാലും അവയെ കൈവിടാത്ത ദൈവം. സ്തോത്രം ചെയ്യുന്നു. ഡോക്ടർമാരെ കൊണ്ട് കഴിയാത്തത് ദൈവത്തെ കൊണ്ട് കഴിയും. സയൻസിനെ കൊണ്ട് കഴിയാത്ത ദൈവത്തെ കൊണ്ട് കഴിയും. പണത്തെ കൊണ്ട് കഴിയാത്ത ദൈവത്തെ കൊണ്ട് കഴിയും. മെഡിസിനെ കൊണ്ട് കഴിയാത്തത് ദൈവത്തെ കൊണ്ട് കഴിയും. അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ദൈവം അത്ഭുതകരമായിട്ട് അമ്മ ആരോഗ്യം ആയുസ്സും ശരീരവും തന്ന് ഇതുവരെ നിർത്തിയ ദൈവത്തിനായി സകല മാനവും മഹത്വവും പുകഴ്ചയും അവന് വേണ്ടി സമർപ്പിക്കുന്നു. ഒരു വാക്യം കൂടി വായിക്കാം. സങ്കീർത്തനങ്ങൾ 118 സ്തോത്രം ചെയ്യുന്നു. 17-ാമത്തെ വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല ആമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിക്കയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മരിക്കാതെ ഇങ്ങനെ ജീവിക്കുമെന്നല്ല. ഒരു കാലത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുവായ സാത്താന്റെ സമയത്തിന് മരിക്കത്തില്ല. അവൻ കുറിച്ചു വെച്ചിരിക്കുന്ന സമയം അനുസരിച്ച് മരിക്കത്തില്ല. പിന്നെയോ ആമേ സകല മനുഷ്യരും, ഞാൻ ഉൾപ്പെടെ സകല മനുഷ്യരും അതിൻ്റെതായ സമയത്തും കാലത്തിലും മരിക്കും. ആമേ എന്ന് പറഞ്ഞാൽ ആമേ ദൈവം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സമയത്തിനല്ലാതെ അതിന് മുൻപേ ആയുസ് തികയാതെ ശത്രുവിനെ എടുപ്പാനോ അല്ലെങ്കിൽ കുറയ്ക്കുവാനോ കഴിയത്തില്ലെന്ന് ദൈവം ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ദൈവജനമേ, മക്കളെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്ന വാഗ്ദാനങ്ങൾ ഉള്ളവർ ആമേ വാഗ്ദത്തം എന്തെല്ലാം ദൈവം നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ നിനക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തോ അതെല്ലാം അതിൻ്റെതായ സമയത്ത് നിവർത്തിയാകാതെ നിന്റെ ജീവൻ നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ജീവൻ തന്ന ദൈവമാകുന്നു. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. ദേശത്ത് നിന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാനുണ്ട്, പൂർത്തി വരുത്തുവാനുണ്ട്. അതിനു മുൻപേ ആയുസ്സെടുപ്പാൻ ശത്രുനതയും അനുവദിക്കത്തില്ല. അതിനു മുൻപേ നിന്റെ ജീവനെ തൊടുവാൻ ശത്രുന് അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഞാൻ മരിക്കയില്ല ആമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സമയത്തിനെ ഞാൻ മരിക്കത്തുള്ളൂ. സാത്താന്റെ സമയത്തിന് ഞാൻ മരിക്കത്തില്ല. ഇനി ചിലതെല്ലാം ചെയ്തെടുപ്പാൻ ആമേ ദേശത്ത് ഭൂമിയിൽ ചിലതെല്ലാം ദൈവം നമ്മളിൽ കൂടെ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ആമേ ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ ജീവനോടെ ഇരുന്ന് ജീവനെടുപ്പാൻ തക്കവണ്ണം ശത്രു നോക്കുമ്പോൾ ദൈവം പറഞ്ഞ് ഞാൻ ജീവനോടെ ദേശത്തിരുന്ന് ജീവനുള്ള ദേശത്ത് ജീവനോടെ തന്നെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ ഞാൻ വർണ്ണിക്കും. ആമേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. 4
ആക്സിഡന്റിൽ നിന്ന് വിടുവിച്ച ദൈവം, ആമേ 3 ന്യൂമോണിയയിൽ നിന്ന് വിടുവിച്ച ദൈവം, ആമേ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. 2 ന്യൂമോണിയയിൽ നിന്ന് വിടുവിച്ച ദൈവം, ആമേ സ്തോത്രം ചെയ്യുന്നു. 3 ആമേ സ്ട്രോക്കിൽ നിന്ന് വിടുവിച്ച് ആരോഗ്യവും ആയുസ്സും ശരീരസുഖം തന്ന് ഇത്ര നാളും ഇതുവരെയും നിർത്തിയ ദൈവം ഇനി തുടർന്ന് നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ഇനി തുടർന്ന് നടത്തുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ദൈവത്തിന്റെ പ്ലാനും പദ്ധതികൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന്റെ പ്ലാനും പദ്ധതി നടക്കത്തില്ല. നിന്നെക്കുറിച്ചൊരു ദൈവത്തിന്, നിന്നെക്കുറിച്ച്, നിന്റെ കുടുംബത്തിനെ കുറിച്ച് ദൈവത്തിന് പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അതനുസരിച്ച് മുന്നോട്ട് പോകത്തുള്ളൂ. അതനുസരിച്ച് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ആമേ സ്തോത്രം ചെയ്ത് ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഞാൻ ജീവനോടെ ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കും. ദേശത്ത് ജീവനോടെ വെച്ചിരിക്കുന്നത് ദൈവത്തിന് നിന്നിൽ കൂടെ ചില കാര്യങ്ങൾ ചെയ്തെടുപ്പാനുണ്ട്. വാഗ്ദത്തമുള്ള ദൈവമക്കളെ, വാഗ്ദത്തമുള്ള മക്കളെ, ആമേ നിന്നെ കുറിച്ച് ദൈവത്തിന് വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുപ്പാനുണ്ട്, പൂർത്തി വരുത്തുവാനുണ്ട്. സാത്താന്റെ കോട്ടകളെ തകർക്കുവാൻ ആമേ ദൈവത്തിന് നിന്നെ കൊണ്ട് ഉപയോഗിക്കാനുണ്ട്. ആമേ കുടുംബങ്ങളെ വാർത്തെടുപ്പാൻ തക്കവണ്ണം ദൈവത്തിന് നിന്നെ കുറിച്ച് പ്ലാനും പദ്ധതിയും ഉണ്ട്. ആമേ ആത്മഹത്യക്ക് വേണ്ടി കൊതിച്ചിരിക്കുന്നവരെ വിടുവിച്ചെടുപ്പാൻ തക്കവണ്ണം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ആമേ സ്വപ്നം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. നശിച്ചുകൊണ്ടിരിക്കുന്ന പാവികളെ വീണ്ടെടുപ്പാൻ, രക്ഷിപ്പാൻ തക്കവണ്ണം നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ആമേ സ്തോത്രം ചെയ്യുന്നു. ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞിരിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ദൈവത്തോട് കൂടി അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അതിനാ ദൈവം നിനക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നത്. അതിനാ ദൈവം നിനക്ക് ആമേ ബലം തന്ന് നടത്തുന്നത്. അതിനാ ദൈവം നിനക്ക് ശക്തീകരിച്ച് നടത്തുന്നത്. അതിനാ ദൈവം നിനക്ക് ഭൂമിയിൽ ജീവനോടെ വെച്ചിരിക്കുന്നത്. സാത്താന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് നടക്കത്തില്ല. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും മാത്രമേ അനുസരിച്ച് നടക്കത്തുള്ളൂ. ഞാൻ മരിക്കില്ല, ദൈവത്തിന്റെ സമയം കഴിയാതെ ഞാൻ മരിക്കത്തില്ല. സാത്താന്റെ സമയത്തിന് ആമെ കൊല്ലാൻ, നശിപ്പിക്കുവാൻ, ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ശത്രുവായ സാത്താൻ പ്ലാനും പദ്ധതിയും ഒരുക്കുമ്പോൾ ഇല്ല, അവൻ മരിക്കത്തില്ല. വചനം പറഞ്ഞ് ഞാൻ മരിക്കത്തില്ല, ദൈവത്തിന്റെ സമയത്തിനെ മരിക്കത്തുള്ളൂ. അതുവരെയും ദൈവത്തിന്റെ വേല ചെയ്യുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ, ദൈവത്തിന്റെ സാക്ഷിയായി ഭൂലോകത്തൊക്കെ പോയി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണമാകുന്നു. ദൈവമായുസ്സും ശരീരസും വിടുതൽ തന്നതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ആമേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മരണത്തിന് വിധിക്ക് നിയമിക്കപ്പെട്ടവരെ വിടിയിപ്പാനാകുന്നു നമ്മുടെ ദൈവം. നന്ദി കർത്താവ് വന്നിരിക്കുന്ന കർത്താവിന്റെ വചനത്താൽ ആമേ സ്തോത്രം ചെയ്യുന്നു. ഞാൻ മരിക്കില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കും. കർത്താവ് വചനത്താൽ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം.